അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാഷാ അല്ലാഹു കാൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ആനന്ദത്തിന്റെയും സൽക്കർമ്മങ്ങളുടെ അനുഭൂതികൾ ലഭ്യമാകുകയും ചെയ്യുന്ന വിശുദ്ധ റമളാനിൽ സംസാരിക്കുവാൻ നമുക്ക് അല്ലാഹു വീണ്ടും അവസരം നൽകിയിരിക്കുകയാണ്. നോമ്പ് വിശപ്പിന്റെയും ദാഹത്തിന്റെയും അതിനേക്കാളുപരി വൈകാരികമായ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളുടെയും നിരാസത്തോടെ അതിന്റെയൊക്കെ ഉപേക്ഷയോടെ വളരെ നമ്മുടെയൊക്കെ മനസ്സിനെ സംശുദ്ധമാക്കി അതിനെ പ്യൂരിഫൈ ചെയ്ത് നമ്മുടെയൊക്കെ ആത്മാവിനെ പരിപൂർണമായ ശുദ്ധീകരണത്തിലേക്ക് എത്തിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റമളാൻ പൂർത്തിയാകുമ്പോഴേക്ക് പരിപൂർണനായ ഒരു മനുഷ്യനായി മാറുന്നതാവണം നമ്മുടെ ഓരോരുത്തരുടെയും നോമ്പ്. നോമ്പ് നിർബന്ധമാവുന്നത് ആർക്കാണ് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. പ്രായപൂർത്തിയായ ബുദ്ധിയുള്ള ഒരു മുസ്ലിമിനാണ് നോമ്പ് നിർബന്ധമാവുന്നത്. ഇത് പരിപൂർണമായും ഉൾക്കൊള്ളണം നാം. പക്ഷേ പ്രായപൂർത്തിയായ അന്നു മുതലങ്ങ് നോമ്പ് അനുഷ്ഠിക്കുകയോ അല്ല. ഇത് വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ്. നോമ്പനുഷ്ഠിക്കൽ വലിയ പരിശീലനത്തിലൂടെ മാത്രമേ ഒരാരാധനയായി നിലനിർത്തുവാൻ സാധിക്കുകയുള്ളൂ. ആ പരിശീലനം കൊച്ചുനാൾ മുതൽ നിങ്ങൾക്ക് ലഭ്യമായതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇന്ന് നോമ്പ് നോൽക്കുന്നവരായി നിൽക്കുന്നത്. നിങ്ങൾക്ക് ആ അനുഭവം, ആ പരിശീലനം, ആ ബോധനം നിങ്ങളുടെ മാതാവും പിതാവും കൊച്ചുനാളിൽ നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഇല്ല, നിങ്ങൾക്ക് നോമ്പെടുക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവുകയില്ല. ഈ സൽക്കർമ്മത്തോട് നിങ്ങൾ പുറംതിരിഞ്ഞു നിൽക്കും. നോക്കൂ നിങ്ങൾ, ഇത് നമ്മൾ ആർക്കാണ് പകർന്നു നൽകേണ്ടത്? നമ്മുടെ മക്കൾക്ക്. അവർ കൊച്ചു കുട്ടികളാകുന്നത് മുതൽ നമ്മൾ നോമ്പെടുക്കുന്നത് കാണുകയാണ്. ഉപ്പ നോമ്പ് നോൽക്കുന്നത്, ഉമ്മ നോമ്പ് നോൽക്കുന്നത് കുട്ടികൾ കാണുകയാണ്. അത്താഴത്തിന് എഴുന്നേൽക്കുമ്പോൾ അവർ കൂടെ എഴുന്നേൽക്കുകയാണ്. 3.5 വയസ്സായ കുഞ്ഞ്, 4 വയസ്സായ കുഞ്ഞ്, ആ പ്രായങ്ങളിലൊക്കെ നോമ്പെന്നത് കൗതുകകരമായ ഒരു കാഴ്ചയായിട്ട് അവരുടെ ഹൃദയത്തിൽ ഇങ്ങനെ മതിച്ചു നിൽക്കുകയാണ്. അതവരുടെ ഒരു സ്വപ്നമാവുകയാണ്. എന്നിട്ട് അവരൊരു നോമ്പ് നോറ്റ് അവരുടെ കളിയുടെ ഭാഗമായിട്ട് പോലും ഈ നോമ്പനുഷ്ഠാനമുണ്ടാവും. 10 മണിവരെ നോമ്പ് നോൽക്കും, ഉച്ചവരെ നോമ്പ് നോൽക്കും. അല്ലെങ്കിൽ കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അവന് നോമ്പുണ്ട്, ഇവൻ നോമ്പ് മുറിച്ചു എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അവരുടെ ശണ്ഠയുടെയൊക്കെ ഭാഗമാക്കിയിട്ട് അവർ മാറ്റും. എന്റെ ഈ സംസാരം കേൾക്കുന്നവരോട് ഞാൻ ഗൗരവപൂർവ്വം ഉണർത്തുകയാണ്. ഈ കുഞ്ഞുനാളിലുള്ള അവരുടെ കളിയും ചിരിയും, റമളാൻ കാലത്തെ അവരുടെ ഓരോ ഇടപെടലുകളും നോമ്പെന്ന് പറയുന്ന വലിയ ഒരു സൽക്കർമ്മത്തിന്റെ മാഹാത്മ്യം അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ അവർക്കൊരു കാഴ്ചപ്പാട് നൽകണം. നിങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട മര്യാദയുടെ ഭാഗമാണ് അത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പനയും അതാണ്. 7 വയസ്സ് മുതൽ കുട്ടികൾക്ക് നോമ്പ് പരിശീലിപ്പിക്കുക എന്നത് ഉപ്പയുടെയും ഉമ്മയുടെയും ബാധ്യതയാണ്. അത് നിർബന്ധമാണ്. അവരെ പരിശീലിപ്പിക്കുക. ഒരുപക്ഷേ 7 വയസ്സായ ആ സമയത്ത് അവർക്ക് ഉച്ചവരെ, അടുത്ത ദിവസം വൈകുന്നേരം വരെ, അടുത്ത ദിവസം മഗ്രിബ് വരെ പൂർണ്ണമായും നോമ്പ് നോൽക്കാൻ ഇങ്ങനെയൊക്കെ സാധിക്കും. 7ാമത്തെ വയസ്സിൽ ഒരുപക്ഷെ ആ റമളാനിൽ ഒരു നോമ്പേ അവർക്ക് പൂർണ്ണമായും നിലനിർത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടാവുകയുള്ളൂ. എന്നാലും അതവർക്കൊരു പരിശീലനമാവണം. ഉറച്ചു വരുന്ന വകതിരിവെത്തിയ അവരുടെ ആ പ്രായത്തിൽ നോമ്പ് ഒരു മഹാസംഭവമായിട്ട് അവരുടെ മനസ്സിലുണ്ടാവണം. അങ്ങനെ അവരുടെ പ്രായം വർദ്ധിച്ചു. 10 വയസ്സായി. 10 വയസ്സായിട്ട് അവർ നോമ്പിൽ ഉപേക്ഷ വരുത്തുന്നവരാണോ? നോമ്പ് നോൽക്കാൻ മടി കാണിക്കുന്നവരാണോ?
അവരെ പ്രഹരിക്കണം, അവരെ ശാസിക്കണം, അവർക്ക് അടി നിങ്ങൾ നൽകണം. നോമ്പ് നോൽക്കാത്തതിനാണ് അടിച്ചത് എന്ന് മക്കൾക്ക് നിങ്ങൾ ബോധ്യപ്പെടുത്തുകയും വേണം. എങ്കിലേ അവർ പ്രായപൂർത്തിയെത്തിയ സമയത്ത് ഈ പരിശീലനം സിദ്ധിച്ചവരായിട്ട് അവർ ഈ നോമ്പിന്റെ മഹാത്മ്യം ഉൾക്കൊണ്ടുകൊണ്ട് അവരാ നോമ്പിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. പ്രായപൂർത്തിയായ ശേഷം അവർ നോമ്പ് നോൽക്കുന്നവരായി മാറണം എങ്കിൽ നിങ്ങളതിനു മുൻപേ അവർക്ക് നോമ്പ് നോൽക്കൽ പരിശീലിപ്പിക്കണം എന്നർത്ഥം. നോമ്പിന്റെ ഫർളുകൾ 2 എണ്ണമാണ്. നോമ്പിന്റെ ഫർളുകളിൽ നിന്ന് ഒന്ന് ഇന്നലത്തെ നമ്മുടെ ഈ സംസാരത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിയ്യത്താണ്. നിയ്യത്തിന്റെ സമയം നിങ്ങൾക്കറിയാം. സൂര്യാസ്തമയം മുതൽ ഫജ്ർ സ്വാദിഖ് വെളിവാകുന്നത് വരെ എന്നാണ് പറയുക, അഥവാ സുബഹയുടെ സമയം വരെ. അതിനിടയിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് നിയ്യത്ത് വെക്കാം. തറാവീഹിന് ശേഷമാണ്, ഇശാഇന് ശേഷമാണ് നിയ്യത്ത് വെക്കാൻ പാടുള്ളൂ, അതൊരു തെറ്റിദ്ധാരണയാണ്. മഗ്രിബിന് ശേഷം നമ്മൾ എപ്പോഴും നിയ്യത്ത് വെക്കാവുന്നതാണ്. സാധാരണ പുരുഷന്മാർ അവർ തറാവീഹ് നിസ്കരിക്കുന്നവരാണെങ്കിൽ പള്ളിയിൽ നിന്ന് ഇമാമ് ചൊല്ലിക്കൊടുക്കുന്ന സമയത്ത് ഇമാം എന്തോ ചൊല്ലുന്നു, നിങ്ങൾ എന്തോ ഏറ്റു ചൊല്ലുന്നു, അതല്ല. എന്താണ് ഈ നിയ്യത്തിലൂടെ ഞാൻ പറയുന്നത് എന്ന് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഞാൻ എന്താണ് ഈ പറയുന്നത്? നവൈത്തു എന്ന് ഞാൻ പറയുന്നുവെങ്കിൽ എന്താണ് ആ പദത്തിന്റെ അർത്ഥം? സൗമഗദിൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? അൻ അദാഇ, നമ്മളിങ്ങനെ നവൈത്തു സൗമഗദിൻ എന്ന് ഇമാമ് പറയുന്നു, നമ്മളത് ഏറ്റുചൊല്ലുന്നു. ചിലപ്പോൾ മലയാളത്തിൽ പറയുന്നു, നമ്മൾ അതും ഏറ്റുചൊല്ലുന്നു, ഒരു രാഗമായി. പക്ഷെ അതല്ല, അത് മനസ്സിന്റെ രാഗമായിരിക്കണം. ആ നിയ്യത്ത് പരിപൂർണമായി ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടാവണം നാളെ അള്ളാഹുവേ നിനക്ക് വേണ്ടി നോമ്പ് നോൽക്കുവാൻ ഞാൻ കരുതി എന്ന് പറയേണ്ടത്. സാധാരണ മറ്റു സൽക്കർമ്മങ്ങൾക്കില്ലാത്ത രീതിയിലാണ് നോമ്പിന്റെ 2ാമത്തെ ഫർളുള്ളത്. അഥവാ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, അവയെ ഉപേക്ഷിക്കുക എന്നതാണ്. പിന്നെ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നതാണ് പിന്നീടുള്ള ചർച്ച. ഇത് പലപ്പോഴും നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമ്മുടെയൊക്കെ നോമ്പ് നമ്മൾ കഷ്ടപ്പെട്ട് വിശപ്പിന്റെ കഠിനമായ അവസ്ഥകളെ നമ്മൾ പരിഗണിക്കാതെ നമ്മൾ നിർവഹിക്കുന്ന ഈ സൽക്കർമ്മം വൃഥാവിലായി പോകരുതല്ലോ. നമ്മുടെ ചെറിയ ഒരു അശ്രദ്ധ കൊണ്ട്, നമ്മുടെ ഒരു അല്പസമയത്തെ ഏതാനും നിമിഷങ്ങളിലെ നമ്മുടെ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ട് ഇത് വെറുതെ ആയി പോകരുതല്ലോ. അതുകൊണ്ട് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ അത് 2 ഇനങ്ങളാണ്. ഒന്ന്, ആ മുറിയുന്ന കാര്യങ്ങൾ ചെയ്താൽ അതിന് പ്രായശ്ചിത്തം ആവശ്യമില്ലാത്തത്. 2, ആ കാര്യം അഥവാ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ, നമ്മുടെ അറിവോടെ നോമ്പ് മുറിയുന്ന ആ കാര്യം നമ്മിൽ നിന്നുണ്ടായിട്ടുണ്ട് എങ്കിൽ അതിന് വലിയ പ്രായശ്ചിത്തം നമ്മൾ നൽകേണ്ടി വരും. നിങ്ങൾക്കറിയാവുന്ന സംഗതിയായിരിക്കും, എന്നാലും അതിന്റെ ഗൗരവം നമ്മൾ പലപ്പോഴും ഉൾക്കൊള്ളാറില്ല. പ്രായശ്ചിത്തം ആവശ്യമുള്ള നോമ്പ് മുറിയുന്ന കാര്യം അഥവാ നോമ്പിന്റെ പകൽ സമയത്ത് നോമ്പുകാരനായിക്കൊണ്ട്, റമദാനിൽ നോമ്പുകാരനായിക്കൊണ്ട് ഭാര്യയും ഭർത്താവും സംസർഗത്തിലേർപ്പെടുക, ലൈംഗിക വേഴ്ചയിലേർപ്പെടുക നോമ്പ് മുറിയുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് മാത്രമല്ല, അതിലൂടെ സംഭവിക്കുന്നത് മഹാ അപരാധമാണ്, വലിയ അപരാധമാണ്. അതിനുള്ള പശ്ചാത്താപമായി, അതിനുള്ള പ്രായശ്ചിത്തമായി അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്നത് ഖുർആനിന്റെ വചനങ്ങളിലൂടെ തന്നെ അവൻ ബോധ്യപ്പെടുത്തിയിരിക്കുന്നതും ഓർത്തു നോക്കൂ നിങ്ങൾ. ഒന്നുകിൽ ഒരടിമയെ മോചിപ്പിക്കണം. അതിപ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് അസാധ്യമാണെന്ന് തോന്നുന്നു. അതിന് കഴിയില്ല എങ്കിൽ 60 ദിവസം നിങ്ങൾ തുടർച്ചയായി നോമ്പ് നോൽക്കണം. ആ 60 ദിവസത്തിനിടയിൽ ഒരു ദിവസം നോമ്പ് നഷ്ടപ്പെടുകയോ നോമ്പ് മിസ്സാവുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ വീണ്ടും അവിടെ നിന്ന് 1 മുതൽ തുടങ്ങിയിട്ട് രണ്ടാമത് 60 ദിവസം നിങ്ങൾ നോമ്പ് നോൽക്കണം. എന്നിട്ടും അവന് കഴിയാത്ത ഒരവസ്ഥയാണ് എങ്കിൽ അവന്റെ നാട്ടിലെ ധാന്യത്തിൽ നിന്ന് 60 അഗതികളായ ആളുകൾക്ക് ഒരു മുദ്ദ് വീതം നൽകണം എന്നാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ വിധിക്കുന്നത്. അതുകൊണ്ട് നോമ്പുകാരനായ അവസ്ഥയിൽ ഇത് സാധാരണ
നമ്മിൽ നിന്ന് സംഭവിക്കാത്ത ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും പ്രത്യേകിച്ച് ഈ പുതുക്കക്കാരായ യുവതീ യുവാക്കൾ അഥവാ കല്യാണമൊക്കെ കഴിഞ്ഞ് കൂടുതൽ സമയമാകാത്ത യുവതീ യുവാക്കൾ പലപ്പോഴും നമ്മളോടൊക്കെ പള്ളിയിൽ നിന്ന് പല ചെറുപ്പക്കാരും ചോദിക്കുന്ന ഒരു സംശയം കൂടിയാണ്. നോമ്പുകാരനായ അവസ്ഥയിൽ പലപ്പോഴും അത്താഴമൊക്കെ കഴിഞ്ഞ് ഭാര്യയോടുകൂടെ നമ്മൾ കിടക്കുന്ന ഒരവസരത്തിൽ ഒരുപക്ഷെ ആ ഒരു ബന്ധത്തിൽ ഏർപ്പെടുന്ന അവസ്ഥയാണ് എങ്കിൽ ചെയ്യുന്നത് ഈ വലിയ പാപമാണ്. അത്താഴം കഴിഞ്ഞു, സുബ്ഹിയുടെ സമയമായി, നോമ്പുകാരനാണെന്ന് അറിഞ്ഞു, പക്ഷേ വൈകാരികമായ ആ തള്ളലിൽ സത്യത്തിൽ അല്ലാഹു തആല അനുവദിച്ചിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഭാര്യ ഭർത്തൃ സംസർഗം എന്ന് പറയുന്നത്. പക്ഷെ നോമ്പുകാരനായ അവസ്ഥയിൽ എന്തുകൊണ്ടെന്നാൽ നോമ്പ് കേവലം വിശപ്പിലൂടെ ഉള്ള ഒരു നിർവഹണം മാത്രമല്ല, ഒരു കർത്തവ്യ നിർവഹണം മാത്രമല്ല. നിന്റെ വികാരങ്ങളെ നീ ഒതുക്കണം, നിന്റെ എല്ലാ താല്പര്യങ്ങളെയും നീ മാറ്റിവെക്കണം. അത് സാധ്യമായിട്ടില്ലെങ്കിൽ പിന്നെ ഈ നോമ്പ് കൊണ്ട് എന്തു ലക്ഷ്യമാണ് അതുകൊണ്ട് നമുക്ക് നിർവഹിക്കുവാൻ കഴിയുക? നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നതിൽ പ്രാധാന്യപൂർവം ഇതിനെ നിങ്ങൾ കാണണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഇവിടെ നോമ്പുകാരനായാൽ പിന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ യാതൊരു ബന്ധവും പാടില്ല, അങ്ങനെയൊന്നുമില്ല. അതിലൊക്കെ വലിയ ചരിത്രം നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. ഇസ്ലാമിന്റെ നോമ്പ് നിർബന്ധമായ പ്രഥമ കാലഘട്ടങ്ങളിൽ രാത്രികളിൽ പോലും ഇത്തരം ബന്ധങ്ങൾക്കും മറ്റും ഇസ്ലാം വിലക്കേർപ്പെടുത്തിയിരുന്നു. പക്ഷേ പിൽക്കാലത്ത് അനിവാര്യത മൂലം സഹാബികൾ പലരും അഭിപ്രായപ്പെടുകയും അവരുടെ കാര്യങ്ങളൊക്കെ പ്രവാചകരുടെ മുമ്പിൽ വന്ന് അവർ അവതരിപ്പിക്കുകയും ചെയ്തപ്പോൾ രാത്രികാലങ്ങളിൽ അല്ലാഹു തആല ഇതിനുള്ള തടസ്സം നീക്കുകയും രാത്രികാലങ്ങളിൽ അവരുടെ ബന്ധത്തിനും സ്നേഹത്തിനുള്ള ആ പങ്കുവെപ്പിനും അല്ലാഹു തആല അനുമതി നൽകുകയും ചെയ്തു. ഇനിയിപ്പോ നോമ്പുകാരനായ പകലിൽ തന്നെ ഭാര്യയെ ചുംബിക്കുക, അതുപോലെ ഭാര്യയുമായി നമ്മൾ സംസാരിക്കുക, അത്തരം കാര്യങ്ങൾ ചെയ്യുക എന്നതിനൊന്നും തടസ്സമില്ല. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ചില അവസരത്തിൽ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുമായി ചുംബനം നടത്തിയിരുന്നു എന്നൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. അതൊരു ബാധ്യതയാകുവാനല്ല, അതൊരു നോമ്പിന്റെ ഒരു ഭാഗമാക്കുവാനല്ല. അഥവാ നമ്മിൽ നിന്ന് അങ്ങനെ ഒന്ന് സംഭവിച്ചു പോവുകയാണ് എങ്കിൽ നാം അതിൽ ഖേദിക്കേണ്ടതില്ല എന്ന് പറയുവാനാണ് ഞാനിത് ഉദ്ധരിക്കുന്നത് എന്ന് മാത്രം. നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടത് തന്നെയാണ് മനുഷ്യന്റെ വൈകാരികമായ അവസ്ഥ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ലൈംഗികമായ താല്പര്യത്തോടുകൂടെ ഇന്ദ്രിയം സ്ഖലിപ്പിക്കുമ്പോൾ വളരെ വലിയ ഒരു പാപമാണത്. നോമ്പുകാരനല്ലാത്തയാൾക്കും ഒരു പാപമായിട്ടുള്ള സംഗതി തന്നെയാണത്. ഇന്ദ്രിയം സ്ഖലിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു പാപമാണ്. അത് നോമ്പുകാരനായിരിക്കെ ചെയ്താൽ അവന്റെ നോമ്പ് മുറിയുന്നു. അപ്രകാരം അത് സ്വപ്നസ്ഖലനത്തിലല്ലാതെ മറ്റു വല്ല രീതിയിലോ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ പ്രക്രിയ ചെയ്തിട്ടുണ്ട് എങ്കിൽ നോമ്പ് മുറിയുന്ന വളരെ ഗൗരവപൂർവം നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ്. നോമ്പ് മുറിയുന്ന പ്രായശ്ചിത്തമില്ലാത്ത സംഗതികൾ സുപരിചിതമാണ്. തുറക്കപ്പെട്ട അവയവങ്ങളിലൂടെ വല്ലതും അകത്തു കടക്കുക എന്നതാണ് നമ്മളൊക്കെ മദ്രസകളിൽ ചെറുപ്പം മുതലേ പഠിച്ചു വരുന്നത്. പലരും എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്, സൂചി വെക്കാൻ പറ്റുമോ, എണ്ണ തേക്കുവാൻ പറ്റുമോ? അതിലൊന്നും ഒരു സംശയവുമില്ല. തുറക്കപ്പെട്ട അവയവം എന്ന് പറഞ്ഞാൽ പിന്നെ സൂചി വെക്കുന്നത് അതിൽ ഉൾപ്പെടുകയില്ല എന്ന് മനസ്സിലായല്ലോ. രോമകൂപങ്ങൾ അതിൽ ഉൾപ്പെടുകയില്ല എന്ന് മനസ്സിലായല്ലോ. കണ്ണുപോലും അതിൽ ഉൾപ്പെടുകയില്ല എന്നാണ് പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. കണ്ണുപോലും തുറക്കപ്പെട്ട അവയവങ്ങളിൽ ഉൾപ്പെടുകയില്ല. മനുഷ്യന്റെ മുൻദ്വാരം, പിൻദ്വാരം, അപ്രകാരം തന്നെ വായ, മൂക്ക് തുടങ്ങിയ അവയവങ്ങളാണ് തുറക്കപ്പെട്ട അവയവങ്ങളിൽ ഉൾപ്പെടുന്നത്. ആ അവയവങ്ങളിലൂടെ വല്ലതും അകത്തുപോയാൽ, മനഃപൂർവ്വം അകത്തുപോയാൽ എന്ന് പറഞ്ഞാൽ ഒരാൾ നമ്മെ പിടിച്ചു നിർത്തി എന്നിട്ട് നമ്മുടെ വായിലേക്ക് അങ്ങ് വെച്ചു തന്നു, നമ്മളെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിച്ചു, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ ഭക്ഷണം കഴിച്ചു, നോമ്പുകാരനാണെന്ന് ഓർമ്മ വന്നില്ല, പെട്ടെന്ന് നോമ്പുകാരനാണെന്ന ഓർമ്മ നഷ്ടപ്പെട്ടുകൊണ്ട് വെള്ളം കുടിച്ചു, നന്നായിട്ട് വയറ് നിറഞ്ഞേക്കാം. എന്താണെങ്കിലും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കാര്യത്തിന് വിടുതൽ നൽകിയിട്ടുണ്ട്. അള്ളാഹു അവനെ ഭക്ഷിപ്പിച്ചതാണ് എന്നാണ്
വളരെ രസകരമായി മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതു സംബന്ധമായി